കഴിഞ്ഞ ദിവസം നമ്മുടെ അബിയു നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ കുറച്ച് പോട്ടി മിക്സ് തയ്യാറാക്കിയപ്പോൾ കുറച്ചധികം വന്നിരുന്നു. ഈ കാണുന്നത് നമ്മുടെ കിളിഞ്ഞാവലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു തൈ ആയിരുന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നട്ടതാണ്. ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് സൈസിലുള്ള ഒരു ചട്ടിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആ ചട്ടി നിന്നുകൊണ്ട് നമ്മളുടെ ഈ കിളിഞ്ഞാവൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ ഇത് കൊണ്ടുവന്നിട്ട് നമ്മളവിടെ ഒരു 3.5 മാസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഫ്ലവർ ചെയ്തു. അപ്പോൾ ബാക്കി വന്ന നമ്മുടെ പോട്ടി മിശ്രിതം ഉപയോഗിച്ച് നമ്മുടെ ഈ കിളിഞ്ഞാവൽ ഒന്ന് റീപ്പോർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ 6 ഇഞ്ച് സൈസിലുള്ള ചട്ടി മാറ്റിയിട്ട് ഒരു 10 ഇഞ്ച് സൈസിലുള്ള ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി നടാൻ വേണ്ടി പോവാണ്. നമ്മളുടെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഏത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണോ അതിൻ്റെ സൈസിനനുസരിച്ചുള്ള ചെടിച്ചട്ടിയിലാണ് കേട്ടോ നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. ചെറിയൊരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ തൈ കൊണ്ടുവന്ന് വലിയൊരു ഡ്രമ്മിലൊക്കെ കൊണ്ടുപോയി നട്ടിട്ട് അതിൽ നിന്നും വലിയ വളർച്ചയും കാര്യങ്ങളൊന്നും കുറഞ്ഞു വരും. അതിനേക്കാളും നല്ല വളർച്ചയും കാര്യങ്ങളായി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെടിയുടെ സൈസിനനുസരിച്ചുള്ള പോട്ടുകളിലേക്ക് നമ്മൾ നട്ടു കൊടുക്കുക. അത് വളരുന്നതനുസരിച്ച് നമ്മുടെ പോട്ടുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല ഒരു ഗ്രോത്ത് കിട്ടും. പെട്ടെന്ന് തന്നെ ഒരു തൈ വാങ്ങിച്ച് ഒരു വലിയൊരു ചട്ടിയിൽ നടുന്നതിനേക്കാൾ നല്ല ഒരു വളർച്ചയും ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഈ ചെടിയുടെ സൈസ് അനുസരിച്ച് ചെടിച്ചട്ടികളിൽ സെലക്ട് ചെയ്ത് നടുക. അതിന് വളരെയനുസരിച്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്തും വളർച്ചയും കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ഓരോ സെക്ഷനുകളായി നമ്മൾ ഓരോ പുതിയ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നടുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോട്ടിലൊക്കെ നട്ട് നന്നായി കായ്ച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന ഏതെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വരും ഓരോ സമയങ്ങളിൽ നമ്മൾ ആ ഒരു ഇനങ്ങൾ അതുപോലത്തെ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളെല്ലാം വാങ്ങി നമ്മൾ നട്ടൊന്ന് സെറ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.